നെസീസ് ആർക്കേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ 2025 കഴിയാറായി. ഇനിയിപ്പോൾ 2026 വരവേൽക്കാനുള്ള ശ്രമത്തിലാണല്ലേ ഞാൻ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിഞ്ഞ വർഷം ഫെയിലായതുണ്ട്, ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തതുണ്ടാവും അല്ലേ. ഇനിയിപ്പോൾ വരുന്ന 2026 ഒരുപാട് ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. എന്തൊക്കെ നടത്തണം എന്നും എങ്ങനെയൊക്കെ നമുക്ക് ഇത് എന്താ പറയുക പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാം നല്ല മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോട്ടെ. അതേപോലെ തന്നെ നല്ല എന്താ പറയുക നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മൾ പുതിയ വർഷത്തെ വരവേൽക്കാൻ പോവുകയാണ്. പിന്നെ എനിക്ക് കിട്ടുന്ന പൈസ, അതായത് യൂട്യൂബിൽ നിന്നായാലും ചെറിയ വരുമാനമുണ്ട്, പിന്നെ അതേപോലെ കാറ്ററിംഗ് ഉണ്ട്. അങ്ങനത്തെ പരിപാടികളിൽ നിന്നൊക്കെ കിട്ടുന്ന പൈസ ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കൊന്ന് അറിയണ്ടേ. അത് ഇപ്പോൾ ഞങ്ങളെ അറിയിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എന്നെപ്പോലുള്ള പെണ്ണുങ്ങളുണ്ടാവും അല്ലേ, വീട്ടിൽ പുറത്ത് പണിക്കൊന്നും പോവാൻ കഴിയാത്തവരുണ്ടാവും, പല സാഹചര്യങ്ങൾ കൊണ്ട് കഴിയാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെവർക്ക് ഒരു മോട്ടിവേഷനാണ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഇതുകൊണ്ട് ചെയ്യുന്നതെന്നുള്ള ഒന്ന് അറിയുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പോൾ ആർക്കെങ്കിലും ഒരു 100 ആൾ കണ്ടാൽ അതിലൊരു 5 ആൾക്കെങ്കിലും അതൊരു മോട്ടിവേഷൻ ആവുകയാണെങ്കിലോ നല്ലതാണല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ എനിക്ക് 5-6 വിഭവങ്ങളുടെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ പിറ്റേത് രാവിലെ 7 മണിയാകുമ്പോൾ കൊടുക്കുകയും വേണം. അപ്പോൾ അതിനുള്ള ഓരോ തയ്യാറെടുപ്പാണ് കേട്ടോ. തലേന്നാണ് ഞാനിതൊക്കെ സെറ്റാക്കി വെച്ചത്. ഉച്ച മുതൽ ശരിക്കും പറയുകയാണെങ്കിൽ തലേന്ന് ഒരു 12 മണി മുതൽ തുടങ്ങിയ പണി പിറ്റേന്ന് 7 മണിയായപ്പോഴാണ് സെറ്റായി കിട്ടിയത് കേട്ടോ. അതിനൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ട്, കല്യാണത്തിന് പോയിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. എങ്കിലും ഞാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം ഞാനിതിൽ പറയുന്നത് കാര്യമായിട്ട്. അപ്പോൾ ഞാൻ കിട്ടുന്ന പൈസ എങ്ങനെയൊക്കെ ഞാൻ വിനിയോഗിക്കുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെ ഞാൻ സമ്പാദിക്കുന്നുണ്ടോ, എത്രയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അൽഹംദുലില്ലാ ഈ ഡിസംബറിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എനിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നവംബറിൽ വളരെ മോശം വെച്ചാൽ 1-2 ചട്ടിപ്പത്തിരിൻ്റെ ഒക്കെ ഉള്ളു. അങ്ങനെ ഇത് നല്ല അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഈ ഒരു കുക്കറിൻ്റെ കാര്യം കൂടി പറയാം. എൻ്റെ സ്വാലിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള 3.5 ലിറ്ററിൻ്റെ കുക്കറാണിത്. ഇത് കിട്ടിയപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇത് തന്നെയാണ് കേട്ടോ 2-3 ദിവസമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതും ചിക്കൻ വേവിച്ചതും പഴം പുഴുങ്ങിയതും ഒക്കെ ഈ നമ്മളെ ഇതില്ലേ ഉന്നക്കായക്കുള്ള ചില കാര്യമില്ലേ പറയാൻ വന്നാൽ ആ വാക്കുകൾ തന്നെ മറന്നു പോകും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ. ഭയങ്കര മറതിയാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ ഓരോന്നും അതിനനുസരിച്ച് മുന്നോട്ട് പോകുക തന്നെ, വേറെ നിവൃത്തിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടിട്ടോ. അപ്പോൾ 12% ഡിസ്കൗണ്ടും ഉണ്ട്, പിന്നെ എന്തൊക്കെയോ അവരുടെ ഓഫറും ഉണ്ട്. നല്ല കുക്കറാണിത്. 3.5 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി ഒക്കെ കൊള്ളുന്ന കുക്കർ തന്നെയാണിത്. അപ്പോൾ അവരുടെ ഒരു 3-4 കുക്കർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ചെറുത് 3 ലിറ്ററിൻ്റെ ഒക്കെ 2.5 ലിറ്ററിൻ്റെ ഒക്കെ. പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ ആദ്യം തന്നെ ഞാൻ കട്ലറ്റിനുള്ള മസാല ഉണ്ടാക്കുന്നത്, പിന്നെ സമൂസക്കും ഇറച്ചിൻ്റെ ചട്ടിപ്പത്തിരിക്കും. അപ്പോൾ എല്ലാം കൂടി ഒറ്റ ട്രിപ്പ് തന്നെ ചെയ്താൽ മതി. പക്ഷേ ഈ കട്ട്ലറ്റിന് ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ആദ്യം അത് മാറ്റി വെച്ചിട്ട് പിന്നെ സമൂസൻ്റെ മറ്റൊക്കെ ചെയ്തേക്കുന്നത്. അപ്പോൾ രാത്രി ആകുമ്പോഴത്തേനൊക്കെ മസാല ഒക്കെ സെറ്റാക്കി വെച്ചാൽ പിറ്റേന്ന് എനിക്ക് എളുപ്പമാകുമല്ലോ. സമൂസക്കൊക്കെ ഉള്ള മസാലയും പിന്നെ കട്ട്ലറ്റ് റെഡിയാക്കി വെച്ച് ഉന്നക്കായ റെഡിയാക്കി വെച്ച് അതൊക്കെ കൂടി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് പിറ്റേന്നേക്ക് ഒരു പൊരിച്ചാകുമ്പോൾ തന്നെ പൊരിച്ച് 7 മണിയാകുമ്പോൾ കൊടുക്കണം. വയനാട്ടിലേക്ക് ഒരു പരിപാടിക്ക് കൊണ്ടുപോകാനുള്ളതാണത്. അപ്പോൾ ഒന്നും കേടൊന്നാവില്ല കേട്ടോ അങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ. ആദ്യം തന്നെ ഈ ഒരു കാറ്ററിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്ത് വെച്ചതെന്ന് പറഞ്ഞു തരികയാണ്. അതിനുശേഷം കാര്യത്തിലേക്ക് കടക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് എല്ലാം ഒരേപോലെ തന്നെ പറഞ്ഞുകൊണ്ടൊന്നാൽ ശരിയാവില്ലല്ലോ. അതാണ് ഫസ്റ്റിൽ ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എനിക്ക് കാറ്ററിംഗ് ഉണ്ട്, പിന്നെ അതേപോലെ യൂട്യൂബ് ഉണ്ട്. യൂട്യൂബിൽ നിന്ന് കാര്യമായിട്ടുള്ള വരുമാനം എന്ന് പറയാൻ പറ്റില്ല. 2 മാസം കൂടുമ്പോൾ 10,000 റുപ്യ, അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോൾ, അല്ലെങ്കിൽ 4 മാസം കൂടുമ്പോൾ. ഈ 10,000-ത്തിൽ കൂടുതൽ കുറേ കാലമായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ കാറ്ററിംഗ് ആണ് ഏറ്റവും വലിയൊരു എൻ്റെ ഒരു സോഴ്സ് എന്ന് പറയാം. അപ്പോൾ പിന്നെ മനു തരും പൈസ മാസത്തിൽ, അവന് ശമ്പളം കിട്ടുമ്പോൾ. പിന്നെ വാവ ഇപ്പോൾ പുതിയ ജോബിലേക്ക് കയറിയതിനെ കൊണ്ട് അവനൊന്നും തരില്ല കേട്ടോ. ആദ്യം ഞാൻ 1000 രൂപ അവനോട് വാങ്ങലുണ്ട് ഇനി മാസത്തിൽ. പിന്നെ ഇക്കാകനോട് ഇപ്പോൾ ഞാനൊന്നും വാങ്ങലുമില്ല. കുറേ ആയിട്ട് വണ്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിനി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനും കൂടി ചോദിച്ച് ഇടങ്ങാറാക്കണ്ട വിചാരിച്ച് ഏതായാലും ഞാനിങ്ങനെ ജോലിയൊക്കെ എടുക്കുന്നുണ്ടല്ലോ, ചെറിയ ജോലിയാണെങ്കിലും. അപ്പോൾ നമുക്കൊരു ചെറിയൊരു വരുമാനം കിട്ടുന്ന. മുമ്പൊക്കെ ഞാൻ എപ്പോഴും പറയും ഈ മാസം ഒരു 10,000 റുപ്യ എനിക്ക് കിട്ടണമെന്നേ പറയും കേട്ടോ. എപ്പോഴും അത് പറയും. പക്ഷേ അൽഹംദുലില്ലാ ഇപ്പോൾ 10,000 റുപ്യ കിട്ടുന്നുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് ആ 10,000 കൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും നടക്കില്ല. ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും നമുക്കുണ്ടല്ലോ. അപ്പോൾ ഇപ്പം ഞാൻ പറയാം എന്താ മാസം ഒരു 25,000 റുപ്യ കിട്ടണം. മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ പോകുന്ന പോക്ക് കണ്ടില്ലേ. അപ്പോൾ ഈ 10,000 മാസം കിട്ടിയാൽ എനിക്ക് 10,000 റുപ്യയും എനിക്ക് ഇത് വേണം. എന്താണ്, ഓരോ കുറികൾക്ക് വെക്കാനായിട്ടുണ്ട്, ഫോണിൻ്റെ അടവുണ്ട്, അങ്ങനെ 10 റുപ്യ അത് വേണം.
അപ്പോൾ അതിനോട് 10 രൂപ അങ്ങനെ കിട്ടിയാൽ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ പിന്നെ ആലോചിക്കും എന്താണ് ഇനി ഒരു 10ൽ കൂടുതൽ പൈസ കിട്ടാനുള്ള ഒരു വരുമാന മാർഗ്ഗം എന്നുള്ള നിലയിലാണ് ഞാൻ മാക്സിൻ്റെ ഒരു ബിസിനസ് ചെയ്ത് നോക്കിയത്. പക്ഷെ അത് സക്സസ് ആയില്ല എന്നല്ല, വാങ്ങിയത് ഒരു 100ഓളം നൈറ്റി ഞാൻ വാങ്ങിയിട്ടുള്ളത് ചിലവായിട്ടുണ്ട്. 2-3 നൈറ്റിയേ ഉള്ളൂ ബാക്കി ബാലൻസ് ആയി വന്നിട്ടുള്ളത്. അപ്പോൾ അത് പിന്നെ ഞാൻ ആരോട് ചോദിക്കാത്തതിനെ കൊണ്ടാണ് അത് അങ്ങനെ കിടന്നത്. പിന്നെ ഇപ്പോൾ ഞാൻ ഇൻഷാ അള്ളാ ജനുവരിയിൽ ആഗ്രഹമാണ് കേട്ടോ, 2026 ഒരു ചെറിയൊരു ആഗ്രഹമാണ് നൈറ്റിൻ്റെ ആ സ്ഥാനത്തേക്ക് ചുരിദാറിൻ്റെ മെറ്റീരിയൽ വാങ്ങാൻ. ഇപ്പം എല്ലാവരും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും കുട്ടികളും എല്ലാവരും ചുരിദാറാണല്ലോ. കൂടുതൽ റെഡിമെയ്ഡാണ്, എന്നാലും മെറ്റീരിയലാണ് കുറേ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടും നമുക്ക് ഒരു ചുരിദാറിൻ്റെ ഒരു ചെറിയൊരു സംരംഭം പോലെ ഒന്ന് ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ. അപ്പോൾ ജനുവരി ആവട്ടെ, എറണാകുളത്ത് പോയിട്ട് എടുക്കണം എന്നൊക്കെ ഉള്ളൊരു എന്താ പറയുക ഒരു ആഗ്രഹം ഉണ്ട് മനസ്സിൽ. അത് നടക്കുമോ ഇല്ല അറിയില്ല. പിന്നെ ഞാൻ സീസണായിട്ടാണ് ചെയ്യുന്നത്, സീസണിൽ അല്ലാതെ എപ്പോഴും അല്ല. അപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാനായി ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ അത് വല്ലാതൊരു വർക്കൗട്ട് ആയില്ല. അപ്പം വലിയൊരു രീതിയിൽ അത് അങ്ങനെ പോയിട്ടില്ല. ഒരുപാട് ബിസിനസ്സുകാരുള്ളത് കൊണ്ടാവാം, എന്നാലും നമ്മൾ ഒരു ചെറിയൊരു ബിസിനസ് അങ്ങനെ അങ്ങോട്ട് സക്സസ് ആയോ എന്ന് വെച്ചാൽ മുന്നോട്ട് പോയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് അതൊരു കാര്യം. പിന്നെ കുറി നടത്തുന്നുണ്ട് ഞാൻ, മാസം 5000 രൂപ, 1,00,000ൻ്റെ കുറിയാണ്. അപ്പോൾ അത് ഫസ്റ്റിലെ നറുക്ക് എനിക്കെടുക്കാം. ഫസ്റ്റിൽ കിഴിവ് ഒന്നുമില്ല കേട്ടോ, ഒന്നും വാങ്ങാത്തൊരു കുറിയാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വലിയൊരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ആ കുറീൻ്റെ പൈസ എടുത്തിട്ടാണ് ഞാൻ നടത്തൽ. പിന്നെ ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ ചെറിയ പൈസ ആണെങ്കിലും എനിക്കൊരു വേറൊരു ദുശ്ശീലമുണ്ട്, ഓൺലൈനായിട്ട് സാധനങ്ങൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അതൊരു ഒഴിവാക്കണം എന്ന് എപ്പോഴും വിചാരിക്കും. എന്നാലും ഇപ്പം ഞാൻ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രാവശ്യം കുറി ശരിക്കും ഇന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കലുണ്ട്. ചില സമയത്ത് അടയ്ക്കാൻ കഴിയാത്ത ഇതൊക്കെ വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിക്കും ഇനി ഈ കുറി തീർന്നാൽ ഇനി അടുത്ത കുറിയിൽ ഞാൻ ചേരൂല എന്ന് വിചാരിക്കും, ഇതോടുകൂടി തീരും. പക്ഷേ കുറി വരുന്ന സമയത്ത്, കുറി തുടങ്ങുന്ന സമയമാകുമ്പോൾ എനിക്കെന്തോ സമാധാനക്കേടാ. അപ്പം ഞാൻ വിചാരിക്കും അപ്പോൾ വലിയൊരു പൈസ 40,000 50,000 1,00,000ൻ്റെ ഒക്കെ ആവശ്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഈ കൈമേൽ എടുത്ത് വെച്ചാൽ എന്തായാലും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാൻ ഗൂഗിൾ പേ ഇല്ലാത്ത അക്കൗണ്ട് തുടങ്ങി അതിലേക്ക് പൈസ എടുത്ത് വെച്ച്, പക്ഷേ ആവശ്യം വരുമ്പോൾ ഞാൻ ആ പൈസ എടുക്കും. പക്ഷേ കുറി ആകുമ്പോൾ നമുക്ക് വലിയൊരു ആവശ്യം വരും. അത്രയും 40,000 50,000 ഉറുപ്പ്യയും ഒറ്റയടിക്ക് നമുക്ക് കയ്യിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ മുൻഗണന കൊടുക്കുന്ന ഒരു കാര്യം. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് നടന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒന്നാണ് ഞാൻ എൻ്റെ അടുക്കള ഞാൻ എൻ്റെ സ്വന്തം വരുമാനത്തിൽ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതിൽ ഞാൻ ഉമ്മനോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഉമ്മനോട് കുറച്ച് കടം വാങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒരു 1,00,000 ഉറുപ്പ്യേൻ്റെ അടുത്തും കൂടി കൊടുക്കാനുണ്ട്. ആ അടുക്കള ഉണ്ടാക്കുന്ന സമയത്തും പിന്നെ അതേപോലെ മോളെ വീട്ടുകൂടൽ വന്ന സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലായി എനിക്കാകേണ്ട ഒരു കാര്യം വെച്ചാൽ ഞങ്ങൾ ഷോപ്പ് തുടങ്ങി, അതൊരു നഷ്ടത്തിലായി എന്ന് പറഞ്ഞുകൂടാ, എന്നാലും ഞങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗം ഇല്ലാതെ ഒരു സമയമായിനി. അപ്പോൾ അതൊരു വർഷത്തോളം വാവൻ്റെ ഫീസ് അടയ്ക്കലും അങ്ങനെയൊക്കെ കൂടി ആയിട്ട് ചെറിയൊരു കടബാധ്യത വന്ന്. അപ്പോൾ ആ കടബാധ്യത വന്ന സമയത്താണ് മോളുടെ വീട്ടിൽ കൂടൽ വന്നത്. അപ്പം ഞാൻ എന്താ ചെയ്തത്, അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ കുറി ഉണ്ടായിനി. കാരണം നമ്മുടെ ഭർത്താവിന് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളല്ലേ സഹായിക്കേണ്ടത്. ഇത്രയും കാലം എന്തെല്ലാം കാര്യങ്ങൾ, വീട് വെക്കുക, മോളെ കെട്ടിക്കുക, പിന്നെ മക്കളെ വിദ്യാഭ്യാസം, അതൊക്കെ കാക്കന്നല്ലേ ചെയ്തത്. പിന്നെ നമ്മളെ വീട്ടിൽ ചിലവ് എല്ലാം, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ നമ്മളെ ഭർത്താവിന് ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് പൈസ കൊടുത്ത് സഹായിക്കാൻ പറ്റുക എന്ന് പറയുമ്പം അത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. അതാണ് ഞാൻ എപ്പോഴും പറയൽ, എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം നമ്മൾ ഉണ്ടാക്കണമെന്ന്. ഈ പൈസ ഞാൻ മോളെ ആവശ്യത്തിന് എടുത്ത പൈസ ആണെങ്കിലും ഞാൻ എടുത്തു വെച്ച പൈസ അല്ല. കയ്യിൽ വെച്ചാലോ ബാങ്കിലിട്ടാലോ എൻ്റെ കയ്യിൽ പൈസ നിൽക്കില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങാനോ ചുരിദാർ വാങ്ങാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ കുറികളിൽ നിക്ഷേപിക്കുമ്പോൾ അത് കിട്ടുമ്പോൾ നമുക്ക് ഓരോ അങ്ങനത്തെ വലിയ കാര്യങ്ങൾ ചെയ്യാമല്ലോ. അങ്ങനെയാണ് ഞാൻ ആ ഒരു 1,50,000 ഉറുപ്പ്യേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് മോളെ വീട്ടിൽ താമസമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തന്നെ ചെയ്ത് കാക്കക്ക് കാക്കനെ ഏൽപ്പിച്ചിട്ട് കാക്ക ചെയ്ത്. ഞാനിത് പബ്ലിക്കിൽ പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, എന്നെപ്പോലെ ഒരു 10 ഉറുപ്പ്യ വരുമാനം ആഗ്രഹിക്കുന്ന ഒരുപാട് പെണ്ണുങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് ഒരു പ്രചോദനമാവണം. നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് ഒരു ഫീസ് അടയ്ക്കാനുള്ളൊരു 50,000 25,000 ഒക്കെ ഫീസ് അടയ്ക്കേണ്ട ആവശ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മളെ ഭർത്താവിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒന്നുകിൽ അസുഖമായിട്ടോ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പണിയില്ലാത്ത സമയം ഉണ്ടാവും, എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട്, കടബാധ്യത വരും, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ കയ്യിൽ നിന്ന് അല്ല നമ്മളൊരു അറിവിലുള്ള പൈസ നമ്മൾ അവർക്കൊരു സഹായമായിട്ട് അവരെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് അഭിമാനം തന്നെയാണ് കേട്ടോ. വീട്ടിലെ ഉപയോഗത്തിന് എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങണമെങ്കിലും അതും ഞാൻ തന്നെയാണ് കേട്ടോ വാങ്ങൽ.
ചിലപ്പോൾ EMI ആയിട്ടിടും, അല്ലെങ്കിൽ ഇതേപോലെ കുറികൾ എന്തെങ്കിലും കൂടിയിട്ട് അതിലത്തെ പൈസ എടുത്തിട്ട് സാധനങ്ങൾ വീട്ടിലത്തൊക്കെ വാങ്ങും. പിന്നെ അതേപോലെ ഒരു 1.5-2 ലക്ഷത്തോളം ഉറുപ്പ്യൻ്റെ ഒരു ചെറിയൊരു സമ്പാദ്യം കൂടി ഉണ്ട് കേട്ടോ എനിക്ക്. ആ പൈസ പിന്നെ നമ്മളെ അത്യാവശ്യത്തിനോ ആവശ്യത്തിനോ ഒന്നും അങ്ങനെ പെട്ടെന്ന് കിട്ടൂല കേട്ടോ. ആ രീതിയിലാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ എന്തെങ്കിലും ചെറിയ അത്യാവശ്യം വന്നാൽ നമ്മൾ വേഗം ആ പൈസ ഒരു 5,000 10,000 എടുക്കും. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം 10,000 5,000 എടുത്താൽ ആ പൈസ തീരുന്ന വഴി കാണൂലല്ലോ. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു 10 റുപ്യ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ വെറുതെ പണി കഴിഞ്ഞ് ഒരുപാട് സമയം ബാക്കിയുള്ളവരുണ്ടാവും, കുട്ടികളൊക്കെ വലുതായാലും കേട്ടോ. അപ്പോൾ അവർക്ക് വെറുതെ വീട്ടിലിരുന്ന് നമ്മൾ കണ്ടോലെ കഥയും പറഞ്ഞ് നമ്മൾ ഫോണിൽ ഓരോ വീഡിയോയും കണ്ട് സിനിമയും കണ്ട് കുറേ സമയം വേസ്റ്റ് ആവുന്നല്ലാതെ അതൊക്കെ നമുക്ക് വേണം. നമുക്കൊരു നമ്മളെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ അതൊക്കെ വേണം, അതൊന്നും വേണ്ടാന്നല്ല. പക്ഷേ ഇങ്ങനത്തെ നമ്മുടെ ഒരു ഫിനാൻഷ്യൽ എന്താണ് ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ നിന്ന്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, നമ്മളെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ നമ്മൾ അധ്വാനിച്ചത് അല്ലാതെ മുമ്പൊക്കെ നമ്മളെന്താ ചെയ്തത്, ഓരോരുന്ന് പൈസ ഇസ്കിയിട്ട് ഒരു തരുന്ന സാധനം വാങ്ങാൻ തരുന്ന പൈസയെന്ന് ഇസ്കി വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യൽ, ചെറിയ ചെറിയ കാര്യങ്ങൾ. ഇപ്പോൾ വലിയ വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് നമ്മൾ ജോലി എടുക്കുന്നതിനുകൊണ്ടാണ്. അപ്പോൾ ഇന്നലെ സാധനം വാങ്ങി വരുമ്പോൾ മനു ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു കാര്യം പറയാട്ടോ, ഓനത് ഞാൻ സാധനം വാങ്ങി വരുന്നത് കണ്ടപ്പോൾ അവന് ഭയങ്കര സങ്കടമായി. ഉമ്മ എന്തിനാണ് ഇങ്ങനെ ജോലി എടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ആരോഗ്യമുള്ള സമയത്തല്ലേ, അപ്പോൾ ഓരോന്നും എന്താ അണ്ണാറ കണ്ണനും തന്നാലായതെന്ന് പറഞ്ഞ പോലെ നമ്മളെ കൊണ്ട് കഴിയുന്നത് വെറുതെ ഇരിക്കുന്ന സമയമല്ലേ. അപ്പോൾ വെറുതെ ഇരുന്നാൽ നമുക്ക് ടെൻഷൻ ആവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കാനും നമുക്ക് ഈ ഒരു വരുമാന മാർഗം തുണയാകും. ഞാനിവിടെ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കലതാ, നിങ്ങൾ പൈസ വേസ്റ്റ് ആക്കരുത്. കിട്ടുന്ന പൈസയിൽ ബാക്കിയുള്ള പൈസ അല്ല നമ്മൾ മാറ്റി വെക്കേണ്ടേ സമ്പാദിക്കേണ്ടേ, നമ്മളെ കയ്യിൽ നിന്ന് ഫസ്റ്റിൽ നമ്മൾ അതിലേക്ക് നീക്കിച്ചിട്ട് ബാക്കി ചിലവാക്കുക. ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന പൈസ ഫസ്റ്റ് തന്നെ കുറി അടയ്ക്കാൻ കൊടുക്കുമ്പോൾ അത് ആ ടൈം ആകുമ്പോൾ കുറി അടയ്ക്കണമല്ലോ. അത് നമ്മൾ നാളേക്ക് മാറ്റി വെക്കാൻ പറ്റില്ല. നമുക്ക് ഡ്രസ്സോ മറ്റുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമുക്കത് മാറ്റി വെക്കാം. പക്ഷേ കുറുക്കിയ പൈസ കറക്റ്റ് അടയ്ക്കേണ്ട, അതുകൊണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് അടച്ചോളല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ കുറി കൊണ്ടുള്ള ഉപകാരം. ഞാൻ ഈ കാര്യങ്ങൾ വാവനോടായാലും മോളോടായാലും മനുവിനോടായാലും ഒക്കെ പറഞ്ഞു കൊടുക്കും. കിട്ടുന്ന പൈസ നമ്മൾ എന്തെങ്കിലും ഒരു ഇതിലേക്ക് ആക്കണം. ഇവരൊക്കെ ഞാൻ എന്തിലേക്കൊക്കെ ചേർത്തിയിടും. അങ്ങനെ ആകുമ്പോൾ ഈ പൈസ ഫുള്ള് തീർക്കുന്ന ആൾക്കാരവരൊക്കെ. ഇപ്പോഴത്തെ കുട്ടികളാണ്. നമുക്കിപ്പോൾ ശരി തന്നെയാണ്, നമ്മളെപ്പോലെ ഭാവിയിലൊന്നും ഓല് മാറ്റി വെക്കാനൊന്നും ഓൽക്ക് ആഗ്രഹമൊന്നും ഇപ്പം ഉണ്ടാവില്ല. ഓൽക്ക് ഇപ്പം മുന്നിൽ എന്താണോ കാണുന്നത് അതിന് പൈസ ചിലവാക്കണം എന്നുള്ള ആഗ്രഹക്കാരാണ്. അപ്പം നമ്മൾ കാണിച്ചു കൊടുക്കുകയും വേണം. നമ്മളിങ്ങനെയൊക്കെ ജോലി ചെയ്യുക, വെറുതെ കുത്തിരുന്ന് തിന്ന് വീട്ടിലെ ജോലി കൊടുത്ത് വെറുതെ കുത്തിരിക്കുകയല്ല. ഓരോ 10 രൂപ സമ്പാദിക്കുന്നുണ്ട്, ആ സമ്പാദിക്കുന്ന പൈസ നല്ല രീതിയിലേക്ക് മാറ്റുന്നുണ്ട് എന്നൊക്കെ ഉള്ളൊരു ചിന്ത കുട്ടിയേക്കും വരണം. കുട്ടിയേക്ക് വരണമെങ്കിൽ നമ്മൾ ലാവിഷായി കിട്ടുന്നത് മുഴുവൻ അടിച്ച് പൊളിച്ച് അത് വാങ്ങി ഇത് വാങ്ങി ഫുഡ് വാങ്ങി ഓരോന്ന് ഓർഡർ ചെയ്ത് കഴിച്ച് പിന്നെ ഓർഡർ ചെയ്ത് വാങ്ങിയൊക്കെ ചെയ്യുകയാണെങ്കിൽ അവരിതെന്താക്കി അമ്മ പൈസൻ്റെ ധാരാളത്തെക്കളി ഇത് കണ്ടാണ് മക്കളും വളരുക. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ഒരുപാട് പിശുക്കണ്ടെന്നല്ല, നമ്മളെ ആഗ്രഹങ്ങളൊക്കെ നടക്കണം. നമുക്കൊരുപാട് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകും, ഡ്രസ്സ് വാക്കണ്ട, അതൊന്നും നടക്കണ്ടെന്നല്ല. പക്ഷേ അത് തന്നെ ആവരുത്, നമുക്ക് ഇമ്പോർട്ടൻ്റ് അത് തന്നെ ആവരുത്. അപ്പം അങ്ങനെ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയാട്ടെ, എനിക്ക് കിട്ടുന്ന പൈസ ഞാനിങ്ങനെ കുറിയിൽ കൂടലും ഇങ്ങനെ വലിയ വലിയ അത്യാവശ്യം വരുമ്പോൾ നടത്തലും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരിതാണ്. പിന്നെ ഞാൻ എൻ്റെ വേറൊരു കാര്യമാണ്, ഈ പൈസ കിട്ടുന്നതൊക്കെ ഗോൾഡ് വാങ്ങലുണ്ട് കേട്ടോ. ഒരു 10-15 പവനോളം എൻ്റെ കയ്യിലുണ്ട്. നിക്കാക്ക വാങ്ങി തന്നായാലും ഞാൻ വാങ്ങിയതായാലും. പക്ഷേ ഒരു 5 പവനോളം ഞാനൊരു മുൻകൂട്ടി ചിന്തിക്കാതെ അത് ഓരോ ആവശ്യത്തിന് പണയം വെക്കണ്ടല്ലോ, പലിശ ആവണ്ടല്ലോ വിചാരിച്ച് വിൽക്കുക ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ആ 5 പവൻ എനിക്ക് നഷ്ടപ്പെട്ടൊരു വിഷമം എനിക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം അത് പണയം വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ പലിശ ആവണ്ടല്ലോ, പലിശക്കളി കളിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ അത് വിറ്റത്. പക്ഷെ വിറ്റപ്പോൾ ഇപ്പോൾ ഇത്രയും പൈസ കൂടുന്നതും ഇപ്പോൾ വാങ്ങാൻ കഴിയാത്തതും നമുക്ക് അറിയില്ലല്ലോ ഇങ്ങനെ ഒരു അവസരം വരും എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് നമ്മൾ പൈസ കൈകാര്യം ചെയ്യുക. പൈസ എന്തെങ്കിലും കിട്ടാനുള്ള ചെറിയ വരുമാന മാർഗ്ഗങ്ങൾ നോക്കുക. വലിയതൊന്നുമല്ല, ചെറുത് മതി. ചെറുതാണ് വലുതാവും. ഞാൻ ആദ്യം ചെറുതാണ്. ഇപ്പോഴല്ല എനിക്ക് വലിയ ഓർഡറും വലിയ പൈസയും കിട്ടൽ തുടങ്ങി. ചെറിയ ഓർഡറും തുടങ്ങിയിട്ട് നമുക്ക് പൈസ ഒന്നും അനാവശ്യമാക്കാതെ എന്താണോ നമ്മളെ കുടുംബത്തിന് നമ്മളെ കൊണ്ട് ഒരു ചെറുവിരൽ സഹായം നമ്മളെ മക്കൾക്കും നമ്മളെ ഭർത്താവിനും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ്, എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതൊരു സ്ത്രീൻ്റെ വിജയം തന്നെയാണ് അല്ലേ. ഇക്കാക്ക എപ്പോഴും പറയും, എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് കാര്യമാണ്. മടുക്കാത്ത ഒരു കുറ്റവും പറയാത്ത ഒന്ന്, യൂട്യൂബിൽ വീഡിയോ ഇടുക, യൂട്യൂബിൻ്റെ കാര്യം. പിന്നെ രണ്ടാമത് ഇതേപോലെ കാറ്ററിങ്. അത് ഞാൻ ഭയങ്കര മടീൻ്റെയും ചടപ്പിൻ്റെയും ആളാണ്. എനിക്ക് പെട്ടെന്ന് അധിക കാര്യങ്ങളും മടുപ്പ് വരും.
പെട്ടെന്ന് മടുപ്പ് വരും. എന്തെങ്കിലും ഒന്ന് ചെയ്യും, അത് വേണ്ട, ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കും. പക്ഷെ അതിന്മേൽ നിന്നിട്ട് അത് സക്സസ് ആക്കി എടുക്കാനുള്ളത് ആ ഒരു കഴിവ് എനിക്കില്ല ഇനി. പക്ഷേ ഈ രണ്ട് കാര്യത്തിലാണ് യൂട്യൂബ് വലിയ സക്സസ് ആയി എന്നല്ല, എന്നാലും 2 മാസം കൂടുമ്പോൾ അല്ല 3 മാസം കൂടുമ്പോൾ ഒരു 10,000 രൂപയ്ക്ക് കിട്ടുന്നുണ്ടല്ലോ ഞാൻ എടുക്കുന്ന ജോലിക്ക്. മടിയോ മടുപ്പോ ഇല്ലാതെ ചെയ്യുന്ന 2 ജോലി ഇതാണെന്നാണ് പറഞ്ഞു വരുന്നത്. പിന്നെ അതാ രാവിലെ 7:30 മണിയായപ്പോഴത്തേക്കും സാധനമൊക്കെ സെറ്റായി കൊടുക്കാൻ വേണ്ടിയിട്ട് കാകനെ വണ്ടിയിൽ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ അതേപോലെ വീട്ടിൽ വല്ല മെയിൻ്റെനൻസ് വർക്കൊക്കെ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് ടൊപ്പ് ചെയ്യാറ്. ഈ കാകനെ മാത്രം ഒറ്റക്കാക്കലില്ല, ഞങ്ങൾ 4 ആളും കൂടിയാണ്, ചെറിയ പൈസ എടുത്തിട്ടാണെങ്കിൽ പോലും. അതുകൊണ്ട് കാകക്കൊരു ഹെൽപ്പാണ്, നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും, നമുക്കിത് ചെയ്തല്ലോ എന്നുള്ളൊരു അഭിമാനം വേറെ ഉണ്ടാവുകയും ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിട്ടുണ്ടാവും എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്.